ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. 25 ഹോട്ട് ടോപ്പിക്സിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ബാക്കി ക്ലാസ്സുകൾ കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. വരാനിരിക്കുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഫയർമാൻ, ഫയർ വുമൺ, CPO, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, കമ്പനി ബോർഡ് LGS മുതലായ എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് ഈ ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ടിന് നമ്മുടെ ടെലഗ്രാമിൽ കൂടി അംഗമാവുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന ഹോട്ട് ടോപ്പിക്സിലെ 1ാമത്തെ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷകളെക്കുറിച്ചാണ്. അതായത് ഇന്ത്യൻ ഭരണകൂടം ചില പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഭാഷകൾക്ക് നൽകുന്ന ഒരു പ്രത്യേക അംഗീകാരമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി അല്ലെങ്കിൽ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഈ പദവി ലഭിക്കുന്നതിലൂടെ ഭാഷയുടെ ഉന്നമനത്തിനും ഗവേഷണത്തിനും പരിപാലനത്തിനുമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങളും അതേപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. അങ്ങനെ നിലവിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 11 എണ്ണമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ ചോദിക്കാം. എന്നിട്ട് ഇത് എന്നാണ് ഇതിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എന്നുള്ളതും നമ്മളെടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഭാഷ തമിഴാണ്. 2004 തമിഴിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. 2004 വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആദ്യം തന്നെ കിട്ടിയത് തമിഴിനാണ്. രണ്ടാമത് കിട്ടിയത് സംസ്കൃതത്തിനാണ്. 2005 സംസ്കൃതത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. 2005. അതിനുശേഷം തെലുങ്കിനാണ്. 2008 തെലുങ്കിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. അതിനുശേഷം കന്നഡ. 2008 കന്നഡയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. അതിനുശേഷം വന്നത് മലയാളമാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് മലയാളത്തിന് എന്നാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എന്നുള്ളതാണ്. 2013 മെയ് 23 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. അപ്പോൾ ഈ ഡേറ്റ് കൂടി ഓർത്തു വച്ചോ. മലയാളത്തിന് 2013 മെയ് 23. ഒഡിയയ്ക്കാണെങ്കിൽ 2014. അതിനുശേഷം നമുക്കറിയാം മറാത്തി, പാലി, പ്രാകൃത്, അസമീസ്, ബംഗാളി ഇത്രയും ഭാഷകൾക്ക് 2024 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി വന്ന ഭാഷകൾ ഒന്ന് മറാത്തി, അതിനുശേഷം പാലി 2, അതിനുശേഷം പ്രാകൃത് 3, അതിനുശേഷം അസാമീസ് 4, അതിനുശേഷം 5 ബംഗാളിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഷകൾ ഓർത്തു വയ്ക്കുക. ഇവയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 മറാത്തി, പാലി, പ്രാകൃത്, അസമീസ്, ബംഗാളിക്ക് എന്ത് കിട്ടിയത്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. മലയാളത്തിനാണെങ്കിലോ മക്കളെ 2013 മെയ് 23. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ എത്ര ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ ചോദ്യം 11 ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണകൂടം ചില പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഭാഷകൾക്ക് നൽകുന്ന ഒരു പ്രത്യേക അംഗീകാരമാണ് എന്തെന്ന് പറയുന്നത്? ശ്രേഷ്ഠ ഭാഷാ പദവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ്. ഈ പദവി ലഭിക്കുന്നതിലൂടെ ഭാഷയുടെ ഉന്നമനത്തിനും ഗവേഷണത്തിനും പരിപാലനത്തിനുമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഈ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അതിപുരാതനമായ ഒരു ചരിത്രം ഈ പറയുന്ന ക്ലാസിക്കൽ ഭാഷകൾക്ക് വേണം. അതിപുരാതനമായ ചരിത്രം, അതായത് ഭാഷയ്ക്ക് ഏകദേശം 1500 മുതൽ 2000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ചരിത്രവും അതേപോലെ തന്നെ എന്താണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഭാഷയാണ് നിലവിൽ ക്ലാസിക്കൽ ഭാഷയായിട്ട് തിരഞ്ഞെടുക്കുന്നതിലെ ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ അതിപുരാതനമായ ഒരു ചരിത്രം, ഭാഷയ്ക്ക് ഏകദേശം 1500 to 2000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രവും ഗ്രന്ഥവും ഈ ഒരു ഭാഷയ്ക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് അമൂല്യമായ സാഹിത്യ പാരമ്പര്യമാണ്. അതായത് തലമുറകളായി ഭാഷ സംസാരിക്കുന്നവർ, അതേപോലെ തന്നെ വിലപ്പെട്ട പൈതൃകമായി കണക്കാക്കുന്ന പുരാതന സാഹിത്യ കൃതികൾ, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ, അങ്ങനെ ഒരു വലിയൊരു ശേഖരം തന്നെ ഈ ഒരു ഭാഷയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് മാനദണ്ഡങ്ങളിലെ.
മറ്റൊന്നെന്ന് പറയുന്നത് തനതായ സാഹിത്യ പാരമ്പര്യമാണ്. ഭാഷയുടെ സാഹിത്യ പാരമ്പര്യം തനതായും മറ്റു ഭാഷാ സമൂഹങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടില്ലാത്തതുമായിരിക്കണം. ഓക്കെ, അപ്പോൾ തനതായ സാഹിത്യ പാരമ്പര്യം ക്ലാസിക്കൽ ഭാഷകൾക്ക് വേണം. അടുത്തതാണ് ആധുനിക രൂപത്തിൽ നിന്നുള്ള വ്യത്യാസം. അതായത് ശ്രേഷ്ഠ ഭാഷയും അതിൻ്റെ സാഹിത്യവും ആധുനിക ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. പുരാതന ഭാഷയ്ക്കും അതിൻ്റെ പിൽക്കാല രൂപങ്ങൾക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്ഭവിച്ച ഭാഷകൾക്കുമിടയിൽ ഒരു തുടർച്ചയില്ലാത്ത അവസ്ഥ ഉണ്ടാകാം. ഇങ്ങനെയുള്ളതിനെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം, അതായത് ഒരു ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങളിലെ ഒന്നാമത്തെയാണ് അതിപുരാതനമായ ചരിത്രം, 2 അമൂല്യമായ സാഹിത്യ പാരമ്പര്യം, 3 തനതായ സാഹിത്യ പാരമ്പര്യം, 5 ആധുനിക രൂപത്തിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി. ക്ലാസ് കഴിയുമ്പോൾ ഇതിലെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും നിങ്ങൾ പഠിച്ചു പോയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഇതാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ അത് 14 എണ്ണമാണുള്ളത്, 11 എണ്ണമാണുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 11 ഭാഷകൾക്കാണ് നിലവിൽ എന്ത് കിട്ടിയിരിക്കുന്നത്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. അതിൽ മറാത്തി, പാലി, പ്രാകൃത്, അസമീസ്, ബംഗാളിയാണ് ഏറ്റവും ഒടുവിലായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത്. ഈ 5 ഭാഷകളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത് 2024 1 മറാത്തി, 2 പാലി, 3 പ്രാകൃത്, 4 അസമീസ്, 5 ബംഗാളി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം ഇതാണ്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 2013 മെയ് 23 ഓർത്ത് വയ്ക്കുക. ഇനി എപ്പോഴും ചോദിക്കുന്നത് ആദ്യത്തെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാണ് എന്നാണ്. അത് തമിഴാണ്. 2004 തമിഴിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു, അതായത് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എത്രയെണ്ണ? 4 എണ്ണം. 4 മാനദണ്ഡങ്ങളാണ് പറയുന്നത്. ഒന്ന്, അതിപുരാതനമായ ചരിത്രം, അതായത് 1500 2000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രവും ഗ്രന്ഥങ്ങളും ഈ ഭാഷയ്ക്കുണ്ടായിരിക്കണം. അടുത്തത് അമൂല്യമായ സാഹിത്യ പാരമ്പര്യം, തലമുറകളായി ഭാഷ സംസാരിക്കുന്നവർ വിലപ്പെട്ട പൈതൃകമായി കണക്കാക്കുന്ന പുരാതന സാഹിത്യകൃതികളുടെയും ഗ്രന്ഥങ്ങളുടെയും വലിയൊരു ശേഖരം. മൂന്നാമത് തനതായ സാഹിത്യ പാരമ്പര്യം, ഭാഷയുടെ മറ്റ് സാഹിത്യ പാരമ്പര്യം തനതായും മറ്റു ഭാഷാ സമൂഹങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടില്ലാത്തതും ആയിരിക്കണം. അടുത്തത് ആധുനിക രൂപത്തിൽ നിന്നുള്ള വ്യത്യാസം, ശ്രേഷ്ഠ ഭാഷയും അതിൻ്റെ സാഹിത്യവും ആധുനിക ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വച്ചോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. മുഖപത്രങ്ങൾ. വിജ്ഞാന കൈരളി എന്നത് എന്തിൻ്റെ മുഖപത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രമാണ് വിജ്ഞാന കൈരളി. അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വിജ്ഞാന കൈരളി. അടുത്തത് അക്ഷര കൈരളി. കേരള സാക്ഷരതാ മിഷൻ്റെ മുഖപത്രമാണ് അക്ഷര കൈരളിയാണ് കേരള സാക്ഷരതാ മിഷൻ്റെ. അടുത്തത് സാഹിത്യലോകം, കേരള സാഹിത്യ അക്കാദമിയുടെയാണ് സാഹിത്യലോകം, കേരള സാഹിത്യ അക്കാദമി. അടുത്തത് ശാസ്ത്ര കേരളം, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയാണ് ശാസ്ത്ര കേരളം. ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അടുത്തത് കേളി, കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രമാണ് കേളി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കേളി, കേരള സംഗീത നാടക അക്കാദമി. ജനയുഗം CPIയുടെയാണ്, ജനയുഗം CPIയുടെ മുഖപത്രമാണ്. ജന്മഭൂമി BJPയുടെ മുഖപത്രമാണ് ജന്മഭൂമി. കേരള കർഷകൻ, കേരള കൃഷി വകുപ്പിൻ്റെയാണ് കേരള കർഷകൻ എന്ന് പറയുന്ന മുഖപത്രം. കേരള കർഷകൻ, കേരള കൃഷി വകുപ്പ്. എഴുത്തോല, മലയാളം സർവകലാശാലയുടെ മുഖപത്രമാണ് എഴുത്തോല. മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. എഴുത്തോല മലയാളം സർവകലാശാലയുടെ മുഖപത്രം. സംസ്കാര കേരളം, കേരള സാംസ്കാരിക വകുപ്പിൻ്റെയാണ് സംസ്കാര കേരളം.
അരണ്യം എന്ന് പറയുന്നത് കേരള വനം വകുപ്പിൻ്റെയാണ്. അരണ്യം എന്ന് പറയുന്നത് കേരള വനം വകുപ്പ്. ഗ്രന്ഥലോകം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെയാണ്. ഗ്രന്ഥലോകം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെയാണ് ഗ്രന്ഥലോകം. ജനപദം കേരള കാളിംഗ് എന്ന് പറയുന്നത് പൊതുജന സമ്പർക്ക വകുപ്പിൻ്റെയാണ്. ജനപദം കേരള കാളിംഗ്. തളിര് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയാണ്. തളിര് മുഖപത്രം. അപ്പോൾ തളിര് മുഖപത്രം കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രമാണ് തളിര്. പൊലിയാണെങ്കിലോ കേരള ഫോക്ലോർ അക്കാദമിയുടെയാണ് പൊലി. കേരള ഫോക്ലോർ അക്കാദമി പൊലി. സർവീസ് ആണെങ്കിൽ NSSൻ്റെ മുഖപത്രമാണ് സർവീസ്. ഒത്തിരി തവണ ചോദിച്ച മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് സർവീസസ് NSS. ഗ്രാമഭൂമി ഗ്രാമവികസന വകുപ്പിൻ്റെയാണ് ഗ്രാമഭൂമി. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്ത് വച്ചേക്കുക. അപ്പോൾ മുഖപത്രങ്ങളാണ് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ മക്കളെ, വിജ്ഞാന കൈരളി ഏതിൻ്റെയാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അക്ഷര കൈരളി കേരള സാക്ഷരതാ മിഷൻ. സാഹിത്യലോകം കേരള സാഹിത്യ അക്കാദമി. ശാസ്ത്ര കേരളം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേളി കേരള സംഗീത നാട അക്കാദമി. ജനയുഗം CPI. ജന്മഭൂമി BJP. കേരള കർഷകൻ കേരള കൃഷി വകുപ്പ്. എഴുത്തോല മലയാളം സർവകലാശാല. സംസ്കാര കേരളം കേരള സാംസ്കാരിക വകുപ്പ്. അരണ്യം കേരള വനം വകുപ്പ്. ഗ്രന്ഥലോകം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. ജനപദം കേരള കാളിംഗ് പൊതുജന സമ്പർക്ക വകുപ്പ്. തളിര് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയാണ്. പൊലിയാണെങ്കിൽ കേരള ഫോക്ലോർ അക്കാദമി. സർവീസസ് NSSൻ്റെയാണ്. ഗ്രാമഭൂമി ഗ്രാമവികസന വകുപ്പിൻ്റെയാണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. എപ്പോഴും PSC ചോദിക്കാറുള്ള ചോദ്യമാണ് പത്രങ്ങളും അവയുടെ വർഷങ്ങളും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പത്രങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നും അതെന്നാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചത് വർഷം എന്നുള്ളതും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ ഇത് ബേസ് ലെവൽ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സാം എഴുതിയിട്ട് പോലും കാര്യമില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും പഠിച്ചു പോവാം. പത്രങ്ങളും വർഷങ്ങളും. രാജ്യസമാചാരം എന്നാണ് പ്രസിദ്ധീകരിച്ചത്? 1847 രാജ്യസമാചാരം. 1847. പശ്ചിമോദയം 1847. അടുത്തത് പശ്ചിമതാരക 1864 പ്രസിദ്ധീകരിച്ചത്. പശ്ചിമ താരക. സന്ദിഷ്ടവാദി 1867 സന്ദിഷ്ടവാദി. ട്രാവൻകൂർ ഹെറാൾഡ് 1867. കേരളാമിത്രം 1881. നസ്രാണി ദീപിക ചോദിച്ചേക്കണതാ. നസ്രാണി ദീപിക എന്നാണ് പ്രസിദ്ധീകരിച്ചത്? 1887 നസ്രാണി ദീപിക. 1887. അടുത്തത് മലയാള മനോരമ 1888. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. മലയാള മനോരമ പ്രസിദ്ധീകരിച്ച വർഷം എന്നാ ചോദിച്ചാൽ 1888. അടുത്തത് സ്വദേശാഭിമാനി 1905 സ്വദേശാഭിമാനി. മിതവാദി പത്രം 1907 മിതവാദി പത്രം പ്രസിദ്ധീകരിച്ചത്. അടുത്തത് കേരള കൗമുദി 1911 കേരള കൗമുദി. ദേശാഭിമാനി 1915. മാതൃഭൂമി 1923 മാതൃഭൂമി. 1923. അൽ അമീൻ 1924 അൽ അമീൻ. ചന്ദ്രിക 1934 ചന്ദ്രിക. 1934. ദേശാഭിമാനി 1942 ദേശാഭിമാനി. ജനയുഗം 1947 ജനയുഗം. 1947. ജന്മഭൂമി 1975 ജന്മഭൂമി. 1975. മാധ്യമം 1987 മാധ്യമം. രാഷ്ട്രദീപിക 1992 രാഷ്ട്രദീപിക. ഓക്കെ, അപ്പോൾ പത്രങ്ങളും അവ പ്രസിദ്ധീകരിച്ച വർഷങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മക്കളെ പഠിച്ചു വയ്ക്കുക. തീർച്ചയായിട്ടും 1 മാർക്ക് ഇതിൽ നിന്നും ചോദിക്കാം. രാജ്യസമാചാരം 1847. പശ്ചിമോദയം 1847. പശ്ചിമതാരക 1864. സന്ദിഷ്ടവാദി 1867. ട്രാവൻകൂർ ഹെറാൾഡ് 1867. കേരളാമിത്രം 1881.
നസ്രാണി ദീപിക 1887, മലയാള മനോരമ 1888, സ്വദേശാഭിമാനി 1905, മിതവാദി 1907, കേരള കൗമുദി 1911, ദേശാഭിമാനി 1915, മാതൃഭൂമി 1923, അൽ അമീൻ 1924, ചന്ദ്രിക 1934, ദേശാഭിമാനി 1942, ജനയുഗം 1947, ജന്മഭൂമി 1975, മാധ്യമം 1987, രാഷ്ട്രദീപിക 1992. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും പഠിച്ചു വയ്ക്കുക. 1 മാർക്ക് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതാണ് ജ്ഞാനപീഠം ലഭിച്ച മലയാളികൾ. 1 മാർക്ക് ചോദിക്കാം. കഴിഞ്ഞൊരു LDCക്ക് ഇതിൻ്റെ നിന്നും ഒരു ചോദ്യം ചോദിച്ചാണ്. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒരു ദേശത്തിൻ്റെ കഥ 1980 ഓർത്തു വച്ചോ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. അപ്പോൾ ഇനിയും നമുക്കിങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ മലയാളത്തിൽ നിലവിൽ എത്ര പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്കാണ്? 6 പേർക്കാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതിലൊന്നാമത്തെ വ്യക്തിയാണ് G. ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് 1965. ഏത് കൃതിയാണെന്ന് ചോദിച്ചാൽ ഓടക്കുഴലിനാണ്, ഓടക്കുഴലിന്. ഓക്കെ, അടുത്തത് SK പൊറ്റക്കാടാണ്. ഓക്കെ, SK പൊറ്റക്കാടിന് കിട്ടിയത് 1980, ഒരു ദേശത്തിൻ്റെ കഥ. ചോദിച്ച ചോദ്യമാണ്. SK പൊറ്റക്കാട് 1980 ജ്ഞാനപീഠം ലഭിച്ചു. കൃതി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ കഥ. തകഴി ശിവശങ്കരപിള്ള 84 സമഗ്ര സംഭാവനയ്ക്കാണ് കിട്ടിയത്. ഇനി MT വാസുദേവൻ നായർ 1995 സമഗ്ര സംഭാവന. അടുത്തത് ONV കുറുപ്പ്. അത് 2007 ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിക്കുന്നത് സമഗ്ര സംഭാവനയ്ക്ക്. അടുത്തതാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിനാണ് ഏറ്റവും അവസാനമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച മലയാളി എന്ന് പറയുന്നത്. 2019 സമഗ്ര സംഭാവനയ്ക്കാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠം ലഭിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 6 പേർക്കാണ് നിലവിൽ കിട്ടിയത്. 1 G. ശങ്കരക്കുറുപ്പ് 65 ഓടക്കുഴൽ, SK പൊറ്റക്കാട് 1980 ഒരു ദേശത്തിൻ്റെ കഥ, തകഴി ശിവശങ്കരപിള്ള 84 സമഗ്ര സംഭാവന, MT 95 സമഗ്ര സംഭാവന, ONV 2007 സമഗ്ര സംഭാവന, അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019 സമഗ്ര സംഭാവന. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ജ്ഞാനപീഠം ലഭിച്ച മലയാളികളെ ഓർത്തിരിക്കാനായിട്ടൊരു സിമ്പിൾ കോഡുണ്ട്. അതായത് ശങ്കരൻ പോറ്റ പിള്ള വാസുക്കുറുപ്പ് നമ്പൂതിരി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ജ്ഞാനപീഠം ലഭിച്ച 6 പേരെയും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. കോഡിതാണ് ശങ്കരൻ പോറ്റ പിള്ള, ശങ്കരൻ പോറ്റ പിള്ള വാസുക്കുറുപ്പ് നമ്പൂതിരി. ഓക്കെ, അപ്പോൾ ശങ്കരൻ പോറ്റ പിള്ള വാസുക്കുറുപ്പ് നമ്പൂതിരി എന്ന് ഓർത്ത് വച്ചാൽ മതി. ജ്ഞാനപീഠം ലഭിച്ച 6 മലയാളികളെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ കോഡ് ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോ. ബാക്കിയുള്ളവർക്കും അത് വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ ഞാനിത് പഠിച്ച കോഡ് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്നും അങ്ങനെ തന്നെ പഠിച്ചു പോക്കോ. അപ്പോൾ പല കോഡുകളും ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കോഡുകളാണെങ്കിൽ അത് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു കോഡാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ശങ്കരൻ പോറ്റ പിള്ള വാസുക്കുറുപ്പ് നമ്പൂതിരി. ഓക്കെ, ശങ്കരൻ പോറ്റ പിള്ള വാസുക്കുറുപ്പ് നമ്പൂതിരി. വാസുക്കുറുപ്പ് നമ്പൂതിരി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 6 പേരുടെയും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. സ്മാരകങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അവരുടെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ് ഉള്ളൂർ സ്മാരകം, തിരുവനന്തപുരം. അടുത്തത് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും തിരുവനന്തപുരമാണ്. വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഗുരു ഗോപിനാഥ് നടനഗ്രാമം തിരുവനന്തപുരത്താണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം. KCS പണിക്കർ ഗ്യാലറി തിരുവനന്തപുരം. ശ്രീചിത്ര ആർട്ട് ഗ്യാലറി തിരുവനന്തപുരത്താണ്. കേരള ചരിത്ര പൈതൃക മ്യൂസിയം തിരുവനന്തപുരം. കണ്ണശ സ്മാരകം പത്തനംതിട്ട. തകഴി മ്യൂസിയം ആലപ്പുഴ.
കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ആലപ്പുഴ, പൊൻകുന്നം വർക്കി സ്മാരക നവലോകം ട്രസ്റ്റ് കോട്ടയം, ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക കലാസ്മൃതി എറണാകുളം, സഹോദരൻ അയ്യപ്പൻ സ്മാരകം എറണാകുളത്താണ്, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം എറണാകുളം, കേസരി ബാലകൃഷ്ണപിള്ള മ്യൂസിയം എറണാകുളം, കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂർ, മുണ്ടശ്ശേരി സ്മാരകം തൃശ്ശൂർ, കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂർ, കേരള കലാമണ്ഡലം തൃശ്ശൂർ, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം തൃശ്ശൂർ, തുഞ്ചൻ സ്മാരകം മലപ്പുറം, മഹാകവി മോയിൻകുട്ടി വൈദ്യൻ മാപ്പിള കലാ അക്കാദമി മലപ്പുറം, ഇട്ടി അച്യുതൻ സ്മാരക ഹോർത്തൂസ് മലബാർ റിക്കസ് ഔഷധത്തോട്ടം കോഴിക്കോട്, കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട സ്മാരകങ്ങളും സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്, കുമാരനാശാൻ സ്മാരകം തിരുവനന്തപുരം, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ തിരുവനന്തപുരമാണ്, ഗുരു ഗോപിനാഥ് നടനഗ്രാമം തിരുവനന്തപുരം, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, KCS പണിക്കർ ഗ്യാലറി തിരുവനന്തപുരം, ശ്രീചിത്ര ആർട്ട് ഗ്യാലറി തിരുവനന്തപുരം, കേരള ചരിത്ര പൈതൃക മ്യൂസിയം തിരുവനന്തപുരം, കണ്ണശ സ്മാരകം പത്തനംതിട്ട, മൂലൂർ സ്മാരകം പത്തനംതിട്ട, തകഴി മ്യൂസിയം ആലപ്പുഴ, കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ആലപ്പുഴ, പൊൻകുന്നം വർക്കി സ്മാരക നവലോകം ട്രസ്റ്റ് കോട്ടയം, ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക കലാസമിതി എറണാകുളം, സഹോദരൻ അയ്യപ്പൻ സ്മാരകം എറണാകുളം, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം എറണാകുളം, കേസരി ബാലകൃഷ്ണപിള്ള മ്യൂസിയം എറണാകുളം, കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂർ, മുണ്ടശ്ശേരി സ്മാരകം തൃശ്ശൂർ, കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂർ, കേരള കലാമണ്ഡലം തൃശ്ശൂർ, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം തൃശ്ശൂർ, തുഞ്ചൻ സ്മാരകം മലപ്പുറം, മഹാകവി മോയിൻകുട്ടി വൈദ്യൻ മാപ്പിള കലാ അക്കാദമി മലപ്പുറം, ഇട്ടി അച്യുതൻ സ്മാരക ഹോർത്തൂസ് മലബാർ റിക്കസ് ഔഷധത്തോട്ടം കോഴിക്കോട്, കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് കുറച്ച് വിളിപ്പേരുകളാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്നത്. ഓക്കെ, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുനെല്ലി ക്ഷേത്രം വയനാടാണ്. ഓക്കെ, അപ്പോൾ ദക്ഷിണകാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ്, വയനാട്. ദക്ഷിണ ദ്വാരക ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൃശ്ശൂരാണ്. ദക്ഷിണ ദ്വാരക. ദക്ഷിണ മൂകാംബിക പനച്ചിക്കാട് സരസ്വതി ദേവി ക്ഷേത്രമാണ്. ദക്ഷിണ മൂകാംബിക, പനച്ചിക്കാട് സരസ്വതി ദേവി ക്ഷേത്രം, അത് കോട്ടയത്താണ്. ദക്ഷിണ മൂകാംബിക. ദക്ഷിണ വാരാണസിയാണ്. കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. ദക്ഷിണ വാരാണസി, കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കണ്ണൂർ. ദക്ഷിണ ഗുരുവായൂർ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ആലപ്പുഴ ദക്ഷിണ ഗുരുവായൂർ. ഓക്കെ, ഇനി ദക്ഷിണ കൈലാസം വടക്കുന്നാഥ ക്ഷേത്രം തൃശ്ശൂർ. ദക്ഷിണ അയോധ്യ കരിമ്പുഴ ശ്രീ രാമസ്വാമി ക്ഷേത്രം പാലക്കാടാണ്. എന്തെന്ന് പറയുന്നത്? ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്നത് കരിമ്പുഴ ശ്രീ രാമസ്വാമി ക്ഷേത്രം പാലക്കാട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തു വെച്ചോ. ദക്ഷിണകാശി തിരുനെല്ലി ക്ഷേത്രം വയനാട്, ദക്ഷിണ ദ്വാരക ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൃശ്ശൂർ, ദക്ഷിണ മൂകാംബിക പനച്ചിക്കാട് സരസ്വതി ദേവി ക്ഷേത്രം കോട്ടയം, ദക്ഷിണ വാരാണസി കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കണ്ണൂർ, ദക്ഷിണ ഗുരുവായൂർ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ, ദക്ഷിണ കൈലാസം വടക്കുന്നാഥ ക്ഷേത്രം തൃശ്ശൂർ, ദക്ഷിണ അയോധ്യ കരിമ്പുഴ ശ്രീ രാമസ്വാമി ക്ഷേത്രം പാലക്കാട്. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് ഓർത്ത് വെച്ചോ. ഒരു മാർക്ക് ഈ ഒരു ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് അടുത്തത് നോക്കാം. പ്രധാനപ്പെട്ട സ്ക്രീൻ റെസല്യൂഷനുകളാണ്. ഓക്കെ, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കമ്പ്യൂട്ടറിൽ ഈ പറയുന്ന റെസല്യൂഷനുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഷോർട്ട് ഫോമുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ മേഖലയിൽ നിന്ന് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ. അതിലൊന്നാണ് പ്രധാനപ്പെട്ട സ്ക്രീൻ റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന സ്ക്രീൻ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഡിസ്പ്ലേ സ്ക്രീനിൽ, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മോണിറ്ററോ അല്ലെങ്കിൽ TV-യോ മൊബൈൽ ഫോണോ അങ്ങനെയുള്ള എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ അകത്ത് എത്ര പിക്സലുകൾ തിരശ്ചീനമായും അതേപോലെ തന്നെ ലംബമായിട്ടും അടങ്ങിയിരിക്കുന്നു,
അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടലായിട്ടും അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ടും നിലവിൽ ഒരു സ്ക്രീനിലുള്ള ചെറിയ ചെറിയ ഡോട്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഡോട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറയുന്ന സ്ക്രീൻ റെസൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേയുടെ ക്ലാരിറ്റി നമ്മൾ പറയുമല്ലോ, ആ ക്ലാരിറ്റി എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ഒരു ഷാർപ്നെസ്, അത് പിക്സലുകളുടെ എണ്ണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 640 × 480, അതായത് ഈ നമ്മുടെ പിക്സൽ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ക്രീനിൽ അടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന ഡോട്ട്സിൻ്റെ വിഡ്ത്തും ഹൈറ്റും, അതായത് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു നിലവിലത്തെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ പറയുന്ന റെസൊല്യൂഷനുകളാണ് ഈ പറയുന്നത് 640 × 480, 800 × 600, 960 × 720, 1024 × 576, 1152 × 648, അങ്ങനെ പോയി 3840 × 2160 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, അതായത് പണ്ടൊക്കെ നമ്മൾ എന്തു പറയുമായിരുന്നു? അതായത് നിലവിലെ HD മതി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ HD എന്ന് പറയുന്നതാണ് 1920. ഓക്കെ, 1920 × 1080. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ പറയാറില്ലേ, ആ ഒരു സിനിമ നമ്മൾ ഡൗൺലോഡ് ചെയ്തു, അത് അത്യാവശ്യം കൊള്ളാം, HD ആണ് എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ TV ഒക്കെ വാങ്ങാൻ നേരത്ത് ഈ TV എന്ന് പറയുന്നത് ഫുൾ HD ആണോ, അല്ലെങ്കിൽ 4K ആണോ, അല്ലെങ്കിൽ 720 പിക്സൽ ആണോ ഉള്ളൂ, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റെസൊല്യൂഷൻ നമ്മൾ അളക്കാനായിട്ട് നിലവിൽ എന്താണ്? അതായത് വീതി ഇൻറ്റു ഉയരമാണ് അതിൻ്റെ അകത്ത് എടുക്കുന്നത്. അതായത് ആകെയുള്ള അതായത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും വന്നിരിക്കുന്ന പിക്സലുകളുടെ വീതി ഇൻറ്റു ഉയരം വെച്ചാണ് നമ്മൾ അത് എത്ര റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ എടുക്കുന്ന, അതായത് HD എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1920 × 1080 ആണ് എന്തെന്ന് പറയുന്നത്? HD റെസൊല്യൂഷനായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാറുണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി വേണം, അതുകൊണ്ട് എന്താണ്, ഞാൻ 4K റെസൊല്യൂഷനുള്ള TV ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ 4K സപ്പോർട്ടഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസൊല്യൂഷനാണ് ഈ പറയുന്ന 3840 × 2160. അപ്പം മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന 640 × 480 എന്ന് പറയുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വരുന്നൊരു പിക്സലല്ലേ ഈ പറയുന്ന 3840 × 2160. അപ്പോൾ എന്താണ്, ആ ഒരു വീഡിയോൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് എത്ര നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് എന്ത് വരത്തില്ല? ഈ പറയുന്ന ഒരു ബ്ലറാവുന്ന ഒരു ലെവലിലേക്ക് അത് പോകത്തില്ല. കാരണം എന്താ, അതിൻ്റെ അകത്ത് അത്രയധികം, അതായത് 3840 എന്തുണ്ട്? ഈ 3840 × 2160, അതായത് ഈ പറയുന്ന ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും വന്നിരിക്കുന്നത് 3840 × 2160 ഡോട്ട്സുകളാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന പിക്സലായിട്ട് പറയുന്നത്. അപ്പോൾ അത്രയധികം ക്ലാരിറ്റി ഉണ്ടാവും എന്തിന്? ആ ഒരു വീഡിയോയ്ക്ക്. ഓക്കെ, അപ്പോൾ HD റെസൊല്യൂഷൻ വരുന്ന നിലവിലത്തെ പിക്സൽ എത്രയാണ് എന്ന് ചോദിച്ചാൽ, റെസൊല്യൂഷൻ ചോദിച്ചാൽ മക്കളെ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം. അത് 1920 × 1080 ആണ് എന്തെന്ന് പറയുന്നത്? HD വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 1920 × 1080 ആണ് HD വീഡിയോ. ഇനി 4K, ഇപ്പം നമ്മളെല്ലാവരും എന്താണ്, ഈ പറയുന്ന HD ഒക്കെ കഴിഞ്ഞു, ഇപ്പം എന്താണ് 4K ലെവലിലുള്ള വീഡിയോസൊക്കെയാണ് കാണത്തുള്ളൂ. ആ 4K റെസൊല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ ആണ് പിക്സൽ 3840 × 2160 ആണ് 4K റെസൊല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഓർത്ത് റെഡിയാക്കി വെച്ചോ. ചിലപ്പോൾ എങ്ങാനും ഈ പറയുന്ന HD വീഡിയോയിൻ്റെ റെസൊല്യൂഷൻ എത്രയാണ്, അല്ലെങ്കിൽ 4K വീഡിയോൻ്റെ റെസൊല്യൂഷൻ എത്രയാണ്, അതേപോലെ തന്നെ എന്താണ് നിലവിൽ 720 പിക്സലൊക്കെ വരുന്നതുണ്ട്. അതായത് ഇത് ഈ പറയുന്ന 1960 അതായത് 960 × 720 ആണ് എന്തെന്ന് പറയുന്നത്. അതായത് നോർമൽ വെറും എന്താണ് ഈ പറയുന്ന HD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും HD റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോ, 1920 × 1080 ആണ് എന്തെന്ന് പറയുന്നത്? HD.
4K 3840 ഇൻറ്റു 2160. ഓക്കെ, ഇനി നമുക്ക് പ്രധാന കണ്ടുപിടുത്തങ്ങൾ, ഉറപ്പായും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട്. കീബോർഡ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ ഷോൾഡ് ആണ്. കീബോർഡ് നമ്മൾ എന്ത് ചെയ്തു? ഷോൾഡറിൽ വെച്ചുകൊണ്ടാണ് പോയതെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ കീബോർഡ് കണ്ടുപിടിച്ചത് ആരാ? ക്രിസ്റ്റഫർ ഷോൾഡ്. കീബോർഡ് എടുത്ത് എവിടെ വെച്ചു? ഷോൾഡറിൽ വച്ചു. ഓക്കെ, അപ്പോൾ കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾഡ്. ലോഗരിതം ജോൺ നേപ്പിയർ ആണ്. ലോഗരിതം കണ്ടുപിടിച്ചത് ജോൺ നേപ്പിയർ. അടുത്തത് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ, അത് ബ്ലേസ് പാസ്കൽ ആണ്. ബ്ലേസ് പാസ്കൽ ആണ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ബ്ലേസ് പാസ്കൽ. മോഡമാണെങ്കിൽ ഡെന്നിസ് സി ഹെയ്സ് ആണ്. ഡെന്നിസ് സി ഹെയ്സ് ആണ് മോഡം കണ്ടുപിടിച്ചത്. ഡെന്നിസ് സി ഹെയ്സ്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണെങ്കിൽ ജാക്ക് ഗിൽബി, റോബർട്ട് നോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടുപിടിച്ചത് ജാക്ക് ഗിൽബി, റോബർട്ട് നോയ്സ്. ജാക്ക് ഗിൽബിയും റോബർട്ട് നോയ്സുമാണ് ഇൻ്റർഗ്രേറ്റഡ് സർക്യൂട്ട്. സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് സീമോർ ക്രേ ആണ്. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടർ സീമോർ ക്രേ ആണ് സൂപ്പർ കമ്പ്യൂട്ടർ. ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ജോൺ ബർദീനും വാൾട്ടർ ബ്രൈഡനും വില്യം ഷോക്ലി ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റർ, ഇത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ ജോൺ ബർദീനും വാൾട്ടർ ബ്രെഡീൻ, വില്യം ഷോക്ലി. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റർ ജോൺ ബർദീനും വില്യം ഷോക്ലിയാണ് എപ്പോഴും ചോദിക്കാറുള്ളൂ. വാൾട്ടർ ബ്രൈഡൻ ചോദിക്കാറൊന്നുമില്ല. എങ്ങാനും ഓപ്ഷനിൽ ഇനി ഇതുള്ളൂങ്കിൽ മക്കളെ എഴുതാതിരിക്കരുത്. ട്രാൻസിസ്റ്റർ ജോൺ ബർദീൻ, വാൾട്ട് ബ്രൈഡൻ, വില്യം ഷോക്ലി. കോമ്പാക്റ്റ് ഡിസ്ക് ആണെങ്കിലോ അത് ജെയിംസ് ടി റസൽ ആണ് കോമ്പാക്റ്റ് ഡിസ്ക്, അതായത് CD എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ജെയിംസ് ടി റസൽ. വാക്കം ട്യൂബ് ആണെങ്കിൽ ജോൺ എ ഫ്ലമിംഗ് ആണ്. വാക്കം ട്യൂബ് ജോൺ എ ഫ്ലമിംഗ്. കാൽക്കുലേറ്റിംഗ് ക്ലോക്ക് ആണ് വില്യം ഷിക്കാർഡ്. വില്യം ഷിക്കാർഡ് ആണ് കാൽക്കുലേറ്റിംഗ് ക്ലോക്ക്, വില്യം ഷിക്കാർഡ്. കമ്പ്യൂട്ടർ ചെസ് ആണെങ്കിലോ ഡിട്രിക് ജി പ്രിൻസ് ആണ്. ഡിട്രിക് ജി പ്രിൻസ് ആണ് കമ്പ്യൂട്ടർ ചെസ്, ഡിട്രിക് ജി പ്രിൻസ്. പേജ് മേക്കർ ആണെങ്കിൽ പോൾ ബ്രെയിനാർഡ് ആണ്. പോൾ ബ്രെയിനാർഡ് ആണ് പേജ് മേക്കർ, പോൾ ബ്രെയിനാർഡ്. പാസ്വേഡ് ആണെങ്കിൽ ഫെർണാണ്ടോ കോർബറ്റോ. ഫെർണാണ്ടോ കോർബറ്റോ ആണ് പാസ്വേഡ്, ഫെർണാണ്ടോ കോർബറ്റോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. കീബോർഡ് ക്രിസ്റ്റഫർ ഷോൾഡ് ആണ്. കീബോർഡ് എവിടെ വെച്ചു? ഷോൾഡറിൽ വെച്ചുകൊണ്ടാണ് പോയത്. ലോഗരിതം ജോൺ നേപ്പിയർ. മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ബ്ലേസ് പാസ്കൽ ആണ്. മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ബ്ലേസ് പാസ്കൽ. മോഡമാണെങ്കിലോ ഡെന്നിസ് സി ഹെയ്സ് ആണ്. ഓക്കെ, ഇൻ്റർഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് ജാക്ക് ഗിൽബി, റോബർട്ട് നോയ്സ്. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടർ ഒത്തിരി തവണ ചോദിച്ചതാണ് സീമോർ ക്രേ ആണ് സൂപ്പർ കമ്പ്യൂട്ടർ. ട്രാൻസിസ്റ്ററും ചോദിച്ച ചോദ്യമാണ് ജോൺ ബർദീൻ, വാൾട്ടർ ബ്രൈഡൻ, വില്യം ഷോക്ലി. കോമ്പാക്റ്റ് ഡിസ്ക് ആണെങ്കിൽ ജെയിംസ് ടി റസൽ ആണ് കോമ്പാക്റ്റ് ഡിസ്ക്. വാക്കം ട്യൂബ് ആണെങ്കിൽ ജോൺ എ ഫ്ലമിംഗ് ആണ്. കാൽക്കുലേറ്റിംഗ് ക്ലോക്ക് വില്യം ഷിക്കാർഡ്. കമ്പ്യൂട്ടർ ചെസ് ആണെങ്കിൽ ഡിട്രിക് ജി പ്രിൻസ് ആണ്. ഡിട്രിക് ജി പ്രിൻസ്. പേജ് മേക്കർ പോൾ ബ്രെയിനാർഡ് ആണ്. പേജ് മേക്കർ പോൾ ബ്രെയിനാർഡ്. പാസ്വേഡ് ആണെങ്കിൽ ഫെർണാണ്ടോ കോർബറ്റോ. പാസ്വേഡ് ഫെർണാണ്ടോ കോർബറ്റോ. ഓർത്തു വച്ചോ, 1 മാർക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിക്കാം. അടുത്തത് പിതാക്കന്മാരാണ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ചാൾസ് ബാബേജ് ആണ്. ബേസ് ലെവൽ ചോദ്യമാണ്. ഒത്തിരി തവണ നമ്മൾ എന്ത് ചെയ്തേക്കണതാണ്, ഈ ചോദ്യമൊക്കെ പഠിച്ചേക്കണതാണ്. അപ്പോൾ തെറ്റിക്കരുത്. കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പിതാവാരാന്ന് ചോദിച്ചാൽ റിച്ചാർഡ് സ്റ്റാൾമാൻ. സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ. ഇൻഫർമേഷൻ ടെക്നോളജി ക്ലൗഡ് ഷാനനാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ക്ലൗഡ് ഷാനനാണ്. ക്ലൗഡ് ഷാനനാണ് ഏതെന്ന് പറയുന്നത്? യെസ്, ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആരാണ്? യെസ്, ക്ലൗഡ് ഷാനനാണ്. ക്ലൗഡ് ഷാനൻ. ഓക്കെ, അപ്പോൾ ആരാണ്? ക്ലൗഡ് ഷാനനാണ് ഏതെന്ന് പറയുന്നത്? ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് അലൻ ട്യൂറിംഗ്.
സൂപ്പർ കമ്പ്യൂട്ടർ സീമൂർ ക്രേ ആണ്. സൂപ്പർ കമ്പ്യൂട്ടർ സീമൂർ ക്രേ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ ആണെങ്കിലോ ഡോക്ടർ വിജയ് പി ഫഡ്കർ ആണ്. വിജയ് പി ഫഡ്കർ ആണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ. വിജയ് പി ഫഡ്കർ. ഇൻ്റർനെറ്റ് ആണെങ്കിലോ വിൻറ്റൻ സർഫ് ആണ്. ഇൻ്റർനെറ്റ് വിൻറ്റൻ സർഫ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണെങ്കിൽ ജോൺ വോൺ ന്യൂമാൻ ആണ്. ജോൺ വോൺ ന്യൂമാൻ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജോൺ വോൺ ന്യൂമാൻ. ജോൺ വോൺ ന്യൂമാൻ ആണ്. ഓക്കെ, ജോൺ വോൺ ന്യൂമാൻ ആണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ട്. ഓക്കെ, ഇനി ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ ജോൺ വിൻസെൻ്റ് അറ്റനോസോഫ് ആണ്. അറ്റനോസോഫ് ആൻഡ് ജോൺ വിൻസെൻ്റ്. ജോൺ വിൻസെൻ്റ് അറ്റനോസോഫ് ആണ് ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ജോൺ വിൻസെൻ്റ് അറ്റനോസോഫ്. വീഡിയോ ഗെയിംസ് ചോദിച്ചേക്കുന്നതാണ് റാൽഫ് ബെയർ ആണ്. റാൽഫ് ബെയർ ആണ് വീഡിയോ ഗെയിംസ്. ഡാറ്റ പ്രോസസ്സിംഗ് ആണെങ്കിലോ ഹെർമൻ ഹോളറിത്ത് ആണ്. ഹെർമൻ ഹോളറിത്ത് ആണ് ഡാറ്റ പ്രോസസ്സിംഗ്. SMS ആണെങ്കിലോ മാറ്റി മെക്കനോൻ. മാറ്റി മെക്കനോൻ ആണ് SMS. മാറ്റി മെക്കനോൻ SMS. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെങ്കിൽ ഇവാൻ സദർലൻഡ് ആണ്. ഇവാൻ സദർലൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. കമ്പ്യൂട്ടർ എത്തിക്സ് ആണെങ്കിൽ നോബർട്ട് വീനർ ആണ്. നോബർട്ട് വീനർ കമ്പ്യൂട്ടർ എത്തിക്സ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI നല്ലൊരു ചോദ്യമാണ്. ഇന്ന് ഏറെ പ്രസക്തിയുള്ള ഒരു ചോദ്യം കൂടിയാണ്. AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ജോൺ മക്കാർത്തി ആണ്. ജോൺ മക്കാർത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അൾജിബ്ര ആണെങ്കിൽ ബീജഗണിതം മുഹമ്മദ് ഇബൻ മുസ അൽ ഖാരിസ്മി. ഓക്കെ, അപ്പോൾ മുഹമ്മദ് ഇബൻ മുസ അൽ ഖാരിസ്മി ആണ് അൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം. ബൂളിയൻ അൾജിബ്ര ആണെങ്കിലോ ജോർജ് ബൂളാണ്. പേഴ്സണൽ കമ്പ്യൂട്ടർ ഹെൻറി എഡ്വേർഡ് റോബർട്ട് ആണ്. പേഴ്സണൽ കമ്പ്യൂട്ടർ ഹെൻറി എഡ്വേർഡ് റോബർട്ട്. IBM ആണെങ്കിലോ പേഴ്സണൽ കമ്പ്യൂട്ടർ ഫിലിപ്പ് ഡോൺ എസ്ട്രിഡ്ജ് ആണ്. ഫിലിപ്പ് ഡോൺ എസ്ട്രിഡ്ജ് ആണ് IBM. ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ ATM ആൻ്റെ ഉപജ്ഞാതാവാണ് ജോൺ ഷെഫേർഡ് ബാരൻ. ജോൺ ഷെഫേർഡ് ബാരൻ ആണ് ATM എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇൻഫർമേഷൻ ടെക്നോളജി ചോദിച്ചിട്ടുണ്ട് ക്ലൗഡ് ഷാനൻ. കമ്പ്യൂട്ടർ സയൻസ് അലൻ ട്യൂറിങ് ചോദിച്ചേക്കുന്നതാണ്. സൂപ്പർ കമ്പ്യൂട്ടർ സീമൂർ ക്രേ ചോദിച്ചേക്കുന്നതാണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറും ചോദിച്ചേക്കുന്നതാണ് വിജയ് ബി ഫഡ്കർ. ഇൻ്റർനെറ്റ് ചോദിച്ചിട്ടുണ്ട് വിൻറ്റൻ സർഫ്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ചോദിച്ചേക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഗെയിംസ് റാൽഫ് ബെയർ. റാൽഫ് ബെയർ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ എത്തിക്സ് റോബർട്ട് വീനർ അത് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AIയുടെ പിതാവ് ജോൺ മക്കാർത്തി അത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ചോദിച്ചേക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ATMൻ്റെ പിതാവ് ജോൺ ഷെഫേർഡ് ബാരൻ. ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്തത് സ്ഥാപകരാണ്. ഇതും ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളതാണ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മക്കളെ പഠിച്ചു വച്ചാൽ 1 മാർക്ക് ഇതിൻ്റെ ഒന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇൻ്റർനെറ്റിൻ്റെ പിതാവാണ് റോബർട്ട് മെറ്റ്കാഫ് ആണ്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് മെറ്റ്കാഫ് ആണ്. ഇൻ്റർനെറ്റിൻ്റെ സ്ഥാപകർ റോബർട്ട് മെറ്റ്കാഫ്. ഗൂഗിളിൻ്റെ സ്ഥാപകരാണ് ലാറി പേജ് സെർജി ബ്രിൻ ആണ്. ഗൂഗിളിൻ്റെ സ്ഥാപകർ ലാറി പേജ് സെർജി ബ്രിൻ. ഇമെയിൽ ആണെങ്കിലോ റേ ടോമിൽസൺ ആണ്. അപ്പോൾ ഇമെയിൽ റേ ടോലിൻസൺ. ഫേസ്ബുക്ക് മാർക്ക് സുക്കംബർഗ് ആണ്. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകർ മാർക്ക് സുക്കംബർഗ്. ഹോട്ട്മെയിൽ ആണെങ്കിലോ സബീർ ഭാട്ടിയ ജാക്ക് സ്മിത്ത് ആണ്. ഹോട്ട്മെയിൽ സബീർ ഭാട്ടിയ ജാക്ക് സ്മിത്ത്. ഓർക്കുട്ട് ബേക്കുട്ടനാണ് ഓർക്കുട്ട്. വിക്കിപീഡിയ ജിമ്മി വെയിൽസും ലാറി സാങ്ങറുമാണ്. വിക്കിപീഡിയ ജിമ്മി വെയിൽസ് ആൻഡ് ലാറി സാങ്ങർ. യൂട്യൂബ് ആണെങ്കിലോ സ്റ്റീവ് ചെന്നും ചാഡ് ഹെർലി ജാവേദ് കരീമാണ്. ട്വിറ്റർ ജാക്ക് ഡോർസിയ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വിക്കിലീക്സ് ആണെങ്കിൽ ജൂലിയൻ അസാഞ്ച് ആണ്. വിക്കിലീക്സ് ജൂലിയൻ അസാഞ്ച്. സ്കൈപ്പ് അഹ്തി ഹിൻല ജാനസ് ഫ്രിസ് നിക്ലസ് സെൻസ്ട്രോം. യാഹൂ ആരാ ചോദിച്ചാൽ സ്ഥാപകർ ഡേവിഡ് ഫിലോ ജെറി യാങ്. ആപ്പിള് സ്റ്റീവ് ജോബ്സ് ആണ്.
വാട്സപ്പ് ജാൻകോം ബ്രിയാൻ ആക്ടൺ ആണ് വാട്സപ്പ് ജാൻകോം ബ്രിയാൻ ആക്ടൺ. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലോ കെവിൻ സിസ്ട്രോം, മൈക്ക് ക്രൈഗർ, കെവിൻ സിസ്ട്രോം. ടെലഗ്രാം പവൽ ഡുറോവ്, നിക്കോള ഡുറോവ്. അപ്പോൾ സ്ഥാപകർ നമുക്ക് ഒന്നുകൂടി നോക്കാം. റോബർട്ട് മെറ്റ്കാഫ് ഇൻ്റർനെറ്റിൻ്റെ സ്ഥാപകരാണ്. ലാറി പേജ് സെർജി ബ്രിൻ ഗൂഗിള്, റേ ടോമിൽസൺ ഇമെയിൽ, മാർക്ക് സുക്കംബർഗ് ഫേസ്ബുക്ക്, സബീർ ഭാട്ടിയ ജാക്ക് സ്മിത്ത് ഹോട്ട്മെയിൽ, ഓർക്കുട്ട് ബേക്കുട്ടൻ ഓർക്കുട്ട്, ജിമ്മി വേൽസ് ലാറി സാങ്ങർ വിക്കിപീഡിയ, സ്റ്റീവ് ചെൻ ചാറ്റ്ലി, ജാവേദ് കരീം യൂട്യൂബ്, ജാക്ക് ഡോർസി ട്വിറ്ററാണ്, ജൂലിയൻ അസാഞ്ച് വിക്കിലീക്സ്, അഹ്തി ഹിൻല ജാനസ് ഫ്രിസ് നിക്ലസ് സെൻസ്ട്രോം സ്കൈപ്പ്, ഡേവിഡ് ഫിലോ ജെറി യാങ് യാഹു, സ്റ്റീവ് ജോബ്സ് ആപ്പിൾ, അതേപോലെ ജാൻകോം ബ്രിയാം ആക്ടൺ വാട്സപ്പ്, കെവിൻ സിസ്ട്രോം മൈക്ക് ക്രൈഗർ ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം പവൽ ഡുറോവ് നിക്കോള ഡുറോവ്. ഓക്കെ, ഇനി അടുത്തതാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ ജോസഫ് മേരി ജാക്വേഡിൻ്റെ പേരിലാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്വേഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കുറ്റവാളി ആരാന്ന് ചോദിച്ചാൽ ആരിഫ് അസീമാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കുറ്റവാളി ആരാണ് എന്ന് ചോദിച്ചാൽ ആരിഫ് അസീം. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കേസ് വാദിച്ച വക്കീലാണ് പവൻ ഡുഗൽ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ അത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പട്ടം തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനോറിറ്റി സൈബർ വില്ലേജ് ചന്ദോളി, അതെവിടെയാണ്? രാജസ്ഥാനാണ്. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് പൂനെയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ധന്യ മേനോൻ. സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിബ്സൺ ആണ്. ന്യൂറോമാൻസർ എന്ന പുസ്തകത്തിലാണ് ഈ ഒരു പദം, അതായത് സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിബ്സൺ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സൈബർ ക്രൈം അത് ജോസഫ് മേരി ജാക്വേഡിൻ്റെ പേരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കുറ്റവാളി ആരിഫ് അസീം. ഇന്ത്യയിലെ ആദ്യ സൈബർ കേസ് വാദിച്ച വക്കീൽ പവൻ ഡുഗൽ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ സൈബർ കോടതി ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യ സൈബർ കഫേ മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ മൈനോറിറ്റി സൈബർ വില്ലേജ് ചന്ദോളി. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് പൂനെ. ഇന്ത്യയിലെ ആദ്യ വനിതാ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററാണ് ധന്യ മേനോൻ. സ്പേസ്, അതായത് സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിബ്സൺ ആണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് 3G 4G 5G നിലവിൽ വന്നത് എവിടെയാണ് എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ഒരു ഹോട്ട് ടോപ്പിക്സിൽ വരുന്നത്. അപ്പോൾ ഓർത്തു വെച്ചോ, ഇന്ത്യയിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന നഗരം അത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന നഗരം ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി 3G സംവിധാനം ലഭ്യമാക്കിയ ടെലികോം കമ്പനിയാണ് MTNL. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി 3G സംവിധാനം ലഭ്യമാക്കിയ ടെലികോം കമ്പനി MTNL. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന നഗരമാണ് കോഴിക്കോട്. ആരംഭിച്ച കമ്പനിയാണ് എയർടെൽ. അപ്പോൾ കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്നത്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരം അത് കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ആദ്യമായി 4G സംവിധാനം ലഭ്യമാക്കിയ ടെലികോം കമ്പനി എയർടെലും. കേരളത്തിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരം കൊച്ചിയാണ്. ആരംഭിച്ച കമ്പനി എയർടെൽ. കൊച്ചിയിലാണ് ആദ്യമായിട്ട് 4G സംവിധാനം നിലവിൽ വന്നത്, അത് എയർടെലാണ് അവതരിപ്പിച്ചത്. ലോകത്തിൽ ആദ്യമായിട്ട് 5G നെറ്റ്വർക്ക് ആരംഭിക്കുന്ന കമ്പനിയാണ് എറിസൺ. ഓക്കെ,
അപ്പോൾ ലോകത്തിലാദ്യമായി 5G നെറ്റ്വർക്ക് ആരംഭിക്കുന്ന കമ്പനി എറിസൺ. ഇന്ത്യയിലാദ്യമായി 5G സംവിധാനം ഉപയോഗിക്കുന്നതിനുള്ള നെറ്റ്വർക്കുകൾ വികസിപ്പിച്ചത് എയർടെലാണ്. ഓക്കെ, എയർടെൽ വികസിപ്പിച്ച 5G സംവിധാനം പ്രാപ്തമാക്കാൻ കഴിയുന്ന നെറ്റ്വർക്കാണ് മാസീവ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് MIMO. ഇന്ത്യയിൽ 5G സംവിധാനം വികസിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ കമ്മിറ്റിയാണ് 5G ഇന്ത്യ 2020 ഫോറം. ഇന്ത്യയിൽ ആദ്യമായി 5G നിലവിൽ വന്നത് 2022 ഒക്ടോബർ 1-നാണ്. ഇന്ത്യയിൽ ആദ്യമായി 5G നിലവിൽ വന്നത് 2022 ഒക്ടോബർ 1. ലോകത്തിലെ ആദ്യത്തെ 5G മോഡമാണ് സ്നാപ്ഡ്രാഗൺ X50. നിർമ്മാതാക്കൾ ക്വാൾക്കം ആണ്. ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ നമുക്കറിയാലോ. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ 5G മോഡമാണ് സ്നാപ്ഡ്രാഗൺ X50. രാജ്യവ്യാപകമായി 5G നെറ്റ്വർക്ക് ആരംഭിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ദക്ഷിണ കൊറിയ. 5G കവറേജുള്ള ലോകത്തിലെ ആദ്യ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ 5G കവറേജുള്ള ലോകത്തിലെ ആദ്യത്തെ ജില്ലയാണ് ഹോങ്കോങ്, ഷാങ്കായി, ചൈന. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വച്ചോ. 5G ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും 4G ഒക്കെ ആയി ബന്ധപ്പെട്ടും 3G ഒക്കെ ആയി ബന്ധപ്പെട്ടും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആദ്യം എവിടെയാണ് വന്നത്, ഇന്ത്യയിൽ എവിടെയാണ് വന്നത്, കേരളത്തിൽ എവിടെയാണ് വന്നത്, മൂന്നും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് ബുക്സ് ആൻഡ് ഓതേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഹിറ്റ് റീഫ്രഷ് എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ്? സത്യനാഥല്ലയുടെ ബുക്കാണ് ഹിറ്റ് റീഫ്രഷ്. പേഴ്സണൽ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് കമ്പ്യൂട്ടർ ലിബറേഷൻ ആൻഡ് ഡ്രീം മെഷീൻ. കമ്പ്യൂട്ടർ ലിബറേഷൻ ആൻഡ് ഡ്രീം മെഷീൻ രചിച്ചത് ടെഡ് നെൽസൺ ആണ്. ഓക്കെ, ദ ഗൂഗിൾ സ്റ്റോറി ആരുടെയാണ്? ഡേവിഡ് എ വൈസ് ആൻഡ് മാർക്ക് മാൽസീസിൻ്റെയാണ്. ഏതെന്ന് പറയുന്നത് മാൽസിഡ്. ഓക്കെ, അപ്പോൾ ദ ഗൂഗിൾ സ്റ്റോറി ഡേവിഡ് എ വൈസ് ആൻഡ് മാർക്ക് മാൽസീഡ്. പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ ചാൾസ് ബാബേജിൻ്റെ ബുക്കാണ് പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ ചാൾസ് ബാബേജ്. ബിസിനസ് അറ്റ് ദ സ്പീഡ് ഓഫ് തോട്ട് ബിൽ ഗേറ്റ്സിൻ്റെയാണ്. ബിസിനസ് അറ്റ് ദി സ്പീഡ് ഓഫ് തോട്ട് ബിൽ ഗേറ്റ്സ്. ഹൗ ടു അവോയ്ഡ് എ ക്ലൈമറ്റ് ഡിസാസ്റ്റർ ദ സൊല്യൂഷൻ വി ഹാവ് ആൻഡ് ബ്രേക്ക് ത്രൂ വി നീഡ് ബിൽ ഗേറ്റ്സ്. ഇമാജിനിങ് ഇന്ത്യ നന്ദൻ നീലേക്കനി. വൺ നൈറ്റ് അറ്റ് കോൾ സെൻറ്റർ ചോദിച്ചാണ് ചോദ്യമാണ്. വൺ നൈറ്റ് അറ്റ് കോൾ സെൻറ്റർ ആരുടെയാണ്? ചേതൻ ഭഗത്തിൻ്റെയാണ്. വൺ നൈറ്റ് അറ്റ് കോൾ സെൻറ്റർ എന്ന പുസ്തകം ചേതൻ ഭഗത്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കറണ്ട് അഫെയർസ് ആയിട്ട്. ഓക്കെ, വിഷൻ വാല്യൂസ് ആൻഡ് വെലോസിറ്റി സാം പിത്രോടെയാണ്. വിഷൻ വാല്യൂസ് ആൻഡ് വെലോസിറ്റി. ഡ്രീമിംഗ് ബിഗ് മൈ ജേർണി ടു കണക്ട് ഇന്ത്യ സാം പിത്രോഡയുടെ മറ്റൊരു ബുക്കാണ്. ഡ്രീമിംഗ് ബിഗ് മൈ ജേർണി ടു കണക്ട് ഇന്ത്യ സാം പിത്രോഡ. എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് NR നാരായണമൂർത്തിയുടെയാണ്. എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് NR നാരായണമൂർത്തി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബുക്സ് ആൻഡ് ഓതേഴ്സ് മക്കളെ പഠിച്ചു വച്ചോ. ഒരു മാർക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന പുസ്തകങ്ങളിൽ നിന്നും ഒരു മാർക്ക് ഷോർട്ടായിട്ടും വരാം. പഠിച്ചു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അടുത്ത് നമുക്ക് സെഷൻസ് ഓഫ് IT ആക്ട് ഒന്ന് നോക്കാം. ഇതിനകത്ത് കഴിഞ്ഞ എക്സാമിനും നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു IT-യുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ചോദ്യം വന്നിരുന്നു. അതായത് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 67A ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നും ഓടിച്ചൊന്ന് പറയാം. കാരണം ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ്. സെഷൻ 3 ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ പ്രാമാണ്യമാണ് സെഷൻ 3 IT ആക്ടിൽ പറയുന്നത്. സെഷൻ 5 ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നതാണ് സെഷൻ 5. സെഷൻ 6 സർക്കാരിൻ്റെയും സർക്കാർ ഏജൻസികളുടെയും സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് റെക്കോർഡിൻ്റെയും ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെയും ഉപയോഗം. സെഷൻ 7 ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിനെ സംബന്ധിച്ചാണ് സെഷൻ 7. സെഷൻ 17 കൺട്രോളറുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നിയമനം സംബന്ധിച്ച്. സെഷൻ 18 കൺട്രോളറുടെ ചുമതലകൾ. സെഷൻ 19 വിദേശ സർട്ടിഫിക്കറ്റിംഗ് അതോറിറ്റികളെ തിരിച്ചറിയാനുള്ള മാർഗരേഖകൾ. സെഷൻ 21 ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാനുള്ള ലൈസൻസിനെ സംബന്ധിക്കുന്നത്. ഓക്കെ, അടുത്തത് സെഷൻ 65 സൈബർ ടാമ്പറിംഗ്. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ രേഖപ്പെടുത്തുകയോ ചെയ്യുകയാണ് ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്. സെഷൻ 65.
സെഷൻ 66 കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ. ശിക്ഷ 3 വർഷം വരെ തടവോ 5 ലക്ഷം വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയതോ ആണ്. 2008 ഭേദഗതി നിയമപ്രകാരം ഹാക്കിംഗ് എന്നതൊരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. സെഷൻ 66B ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ. ഇതിൻ്റെ ശിക്ഷ 3 വർഷം തടവോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ പിഴയോ ആകാം. 66C സ്വതാപഹരണം, അതായത് ശിക്ഷ 3 വർഷം തടവും 1 ലക്ഷം വരെ പിഴയുമാണ്. 66D ആൾമാറാട്ടം നടത്തുക. 66E സ്വകാര്യത അപഹരണം. 66F സൈബർ ടെററിസമാണ്. 67A അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചരണം. 67B കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, അതായത് ചൈൽഡ് പ്രോണോഗ്രഫി. 69A എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം. സെഷൻ 73 തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണവും പ്രചരണവും. ഓക്കെ, 2015 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത സെഷൻ ഏതാണെന്ന് ചോദിക്കാം. വെരി ഇമ്പോർട്ടൻ്റ്. 66A ആണ് എന്ത് ചെയ്തത്, സെഷൻ നിലവിൽ എടുത്തു കളഞ്ഞത്. 2005 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത സെഷൻ 66A ആണ്. 2020 IT ആക്ട് സെഷൻ 69A പ്രകാരം കേന്ദ്ര സർക്കാർ നിരവധി ചൈനീസ് ആപ്പുകൾ നിരോധനം ഏർപ്പെടുത്തി. അതായത് നമ്മൾ ഈ ടിക്ടോക്ക് പോലെയുള്ള ഇന്ന് ആപ്ലിക്കേഷനുകൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും പോയത് ഈ 2020 IT ആക്ട് സെഷൻ 69A പ്രകാരമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് തന്നതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് മാത്രം പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്തൊരു ഹോട്ട് ടോപ്പിക്സുമായിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അടുത്ത് വരുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണെങ്കിലും CPO ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഫയർമാൻ, ഫയർവുമൻ, കമ്പനി ബോർഡ്, LGS അങ്ങനെയുള്ള എല്ലാ എക്സാമുകൾക്കും വേണ്ടത് മാത്രം അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാത്രം പഠിക്കുക, റിവിഷൻ ചെയ്യുക എന്ന അഭിപ്രായവും അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇത് ഉറപ്പായിട്ടും ഫോളോ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന GK ടോപ്പിക്സിൽ നിന്നുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് അതേപോലെ തന്നെ മലയാളത്തിലെ നോൺ ഗ്രാമറും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന മാർക്കുകളും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകളിൽ ആവർത്തിച്ച് വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ PDF നോട്ടിനെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തോ. ഇതിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.